നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കെനിയയിൽ വിമാനം തകർന്ന് 3 മരണം. കെനിയയിലെ തീരദേശ മേഖലയായ മലിന്ദിയിലാണ് ഇത്തരത്തിലൊരു വിമാന അപകടം സംഭവിച്ചിരിക്കുന്നത്. വിമാനം തകർന്നു വീഴുകയായിരുന്നു. മലിന്ദി മൊംബാസ ഹൈവേയിലായിരുന്നു ഇത്തരത്തിൽ വിമാനാപകടം സംഭവിച്ചത്. പോലീസ് കമാൻഡർ ലക്കി ജോസ്കി മുദാവാദിയാണ് ഈ ഒരു അപകടത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ മാധ്യമങ്ങളോട് വിവരിച്ചത്. ഇത്തരത്തിൽ ഈ 3 പേര് മരിച്ചതിൽ 2 പേര് ഈ ഹൈവേയിലൂടെ ഇരുചക്ര വാഹനത്തിൽ പോകുന്നവരായിരുന്നു അപകടത്തിൽ മരിച്ചത്. മരിച്ച മറ്റൊരാള് വിമാനത്തിലെ യാത്രക്കാരിയായിരുന്നു. വിമാനത്തിന്റെ ചിറകുകൾ ഉൾപ്പെടെ വേർപെട്ട നിലയിലാണ് ആയിരിക്കുന്നത്. ഇതിന്റെ ദൃശ്യങ്ങൾ അടക്കം പുറത്തു വന്നിട്ടുണ്ട്. കെട്ടിടത്തിന്റെ മുകളിലേക്കായിരുന്നു വിമാനം തകർന്നു വീണത്. പൈലറ്റും യാത്രക്കാരായ 2 വിദ്യാർത്ഥികളും വിമാനം തകരുന്നതിന് മുമ്പ് താഴേക്ക് ചാടി. അതുകൊണ്ട് തന്നെ ഇവർ മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. ഇവരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. വിമാനം തകരാനുള്ള കാരണം എന്താണ് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ അന്വേഷണത്തിലൂടെ മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. പോലീസ് അന്വേഷണം തുടങ്ങിക്കഴിഞ്ഞു. വിമാനം തകർന്ന് വീണതിന്റെ സമീപത്തുള്ള മലിന്ദി എയർപോർട്ടിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി കെനിയൻ സർക്കാർ തയ്യാറെടുത്തിരുന്നു. പക്ഷെ ഭൂമി ഏറ്റെടുക്കുന്നതുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള തർക്കങ്ങൾ ഉണ്ടായി. അത് കാരണം ഒരു വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. വിമാനാപകടം ഉണ്ടായതോടെ വിമാനത്താവള വികസനം ഉടൻ നടപ്പാക്കണം എന്നതടക്കമുള്ള ആവശ്യം ഇപ്പോൾ ശക്തമാകുന്നുണ്ട്. എന്തായാലും വിമാന അപകടങ്ങൾ തുടർക്കഥയാവുന്നു. ലോകത്തിന്റെ ഏത് കോണിൽ നിന്നും നമുക്ക് ഓരോ ദിവസവും ഓരോ വിമാനങ്ങൾ അപകടത്തിൽപ്പെടുന്ന വാർത്തയാണ് കേൾക്കുവാൻ സാധിക്കുന്നത്. ഈയിടയ്ക്കാണ് ഓസ്ട്രേലിയയിൽ ജലവിമാനം തകർന്നു വീണ് 3 പേർക്ക് ദാരുണാന്ത്യം സംഭവിച്ചത്. സെസ്ന 208 കാരവാൻ 675 ജലവിമാനമായിരുന്നു തകർന്നത്. ഓസ്ട്രേലിയയുടെ പടിഞ്ഞാറൻ മേഖലയിലെ വിനോദസഞ്ചാര കേന്ദ്രമായ റോഡ്നെസ്റ്റ് ദ്വീപിലായിരുന്നു അപകടം. ജലവിമാനത്തിലുണ്ടായിരുന്ന 7 പേരായിരുന്നു അപകടത്തിൽപ്പെട്ടത്. പൈലറ്റ് അടക്കമുള്ളവർ മുങ്ങിപ്പോയി. സ്വിറ്റ്സർലാൻഡ് എന്നിവിടങ്ങളിൽ നിന്നുള്ള വിനോദസഞ്ചാരികളും ഈ അപകടത്തിൽപ്പെട്ട വിമാനത്തിലുണ്ടായിരുന്നു. താഴ്ന്നു പറക്കുന്നതിനിടയിൽ ചുണ്ണാമ്പ് കല്ലിലിടിച്ച ജലവിമാനം കടലിലേക്ക് കൂപ്പുകുത്തുകയായിരുന്നു. ഫിലിപ്പ് റോക്ക് എന്ന പാറക്കെട്ടിന് സമീപത്ത് വെച്ചായിരുന്നു ഈ അപകടം ഉണ്ടായത്. പെർത്തിലേക്ക് ടേക്ക് ഓഫ് ചെയ്യുന്നതിനിടയിലാണ് ഇത്തരത്തിലേക്ക് അപകടം ഉണ്ടായത്. 7 പേരുമായി തോംസൺ ബേക്ക് സമീപത്താണ് ജലവിമാനം മുങ്ങിയത്. ഡെൻമാർക്ക് പെർത്തിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയായിരുന്നു അപകടം. ജലോപരിതലത്തിൽ നിന്ന് 26 അടിയിലേറെ താഴ്ചയിൽ അടക്കമെത്തിയാണ് രക്ഷാപ്രവർത്തകർ മുങ്ങിപ്പോയവരെ കണ്ടെത്തിയത്. മാത്രമല്ല, ലോകത്തെ നടുക്കിയ മറ്റൊരു വിമാന അപകടമായിരുന്നു ദക്ഷിണ കൊറിയയിൽ ഉണ്ടായത്. ദക്ഷിണ കൊറിയയിൽ ഉണ്ടായ വിമാന അപകടത്തിൽ 179 പേർ കൊല്ലപ്പെടുകയുണ്ടായി. 2 പേർ അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു. 175 യാത്രക്കാരും 6 ജീവനക്കാരും ഉണ്ടായിരുന്ന വിമാനമായിരുന്നു അപകടത്തിൽപ്പെട്ടത്. തായ്ലൻഡിലെ ബാങ്കോക്കിൽ നിന്നും എത്തിയ ജെജു വിമാനമായിരുന്നു അപകടത്തിൽപ്പെട്ടത്. ദക്ഷിണ കൊറിയയിലെ മുവാൻ രാജ്യാന്തര വിമാനത്താവളത്തിൽ ഇറങ്ങുന്നതിനിടെ വിമാനം റൺവേയിൽ നിന്ന് തെന്നുമാറി സുരക്ഷാ വേലിയിൽ ഇടിച്ച് കത്തിയമർന്നു. യാത്രക്കാരിൽ 173 പേർ ദക്ഷിണ കൊറിയൻ പൗരന്മാരും 2 പേർ തായ്ലൻഡ് സ്വദേശികളുമായിരുന്നു. ഇത്തരത്തിൽ വിമാനാപകടങ്ങൾ വീണ്ടും തുടർക്കഥയാകുന്നു. വിമാനാപകടങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.